ഗുരുവായൂർ ഹിന്ദു MLA വിവാദം അവസാനിപ്പിക്കാൻ ബി ഗോപാലകൃഷ്ണന് BJP നിർദ്ദേശം നൽകി. വിശ്വാസിയായ MLA വേണമെന്നാണ് ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു. മതവും ജാതിയും നോക്കി BJP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാറില്ല എന്ന് മുതിർന്ന നേതാവ് MT രമേശ് വ്യക്തമാക്കി. ഗോപാലകൃഷ്ണന്റെ വർഗീയ പ്രസ്താവനയിൽ തുടർ നടപടികൾക്കായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിയമോപദേശം തേടി. ഹിന്ദു MLA പരാമർശം വിശ്വാസിയായ MLA എന്ന് നേർപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചു. അമ്പലക്കള്ളന്മാരുള്ള നാട്ടിൽ വിശ്വാസി MLA ആകുന്നതാണ് നല്ലതെന്നും പാർട്ടി അധ്യക്ഷന്റെ ക്യാപ്സ്യൂൾ. ഗുരുവായൂരിലൊരു വിശ്വാസിയായ ഒരു MLA വരണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? എന്നാൽ പ്രസ്താവനയുടെ ഗൗരവം മനസ്സിലാക്കി വിവാദം അവസാനിപ്പിക്കാനാണ് BJP തീരുമാനം. BJP ഏതായാലും ഈ പ്രാവശ്യം വികസിത കേരളം എന്നുള്ള അജണ്ടയാണ് NDA മുമ്പോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ MLA ജയിപ്പിക്കാനല്ല BJP ആഗ്രഹിക്കുന്നത്. പ്രസ്താവനയിൽ പിന്നോട്ടില്ലെന്ന് ഗോപാലകൃഷ്ണൻ താൻ പോരുമ കാണിച്ചെങ്കിലും പാർട്ടി വിലക്ക് മാനിച്ച് പരാമർശം ആവർത്തിക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തിക്കേണ്ടത് ആവർത്തിച്ച് വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നവർക്കാണ്. പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ബി ഗോപാലകൃഷ്ണനെതിരെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ മുന്നറിയിപ്പ്. വരുന്ന എല്ലാ റിപ്പോർട്ട്സും നമ്മൾ കമ്മീഷണറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. പിന്നെ ബാക്കി കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കും. ഗോപാലകൃഷ്ണൻ അയോഗ്യത വന്നാൽ പരിഹരിക്കാൻ ഗുരുവായൂരിൽ BJPയുടെ ഡമ്മി സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.